പാൽ വാങ്ങാൻ പോകുന്നു. How are you? I am fine, thank you. And you, what about you? Fine? Fine. നമ്മുടെ രാജ്യത്തിലെ അരി മറ്റൊരു രാജ്യത്തെ കഴിക്കുന്ന ഭാഗ്യമാണ്. സ്പൈസി. അതായത് നമ്മുടെ ഭക്ഷണം ഇവർക്ക് ഈ ചോറ്. എൻ്റെ ജീവിതയാത്രയിൽ കൂടുതലും നിങ്ങൾ കണ്ടിരുന്നത് പർവ്വതങ്ങളും താഴ്വരകളും ഗ്രാമങ്ങളും അവരുടെ ജീവിതവുമാണ്. ഇന്ന് എൻ്റെ ഒരു യാത്ര എൻ്റെ കഥകൾ കൊണ്ടുപോകുന്നത് അസർബൈജാനിലെ ഒരു ഫാമിലിയുടെ അടുത്തേക്കാണ്. മനോഹരമായ ഓർമ്മകൾ തന്ന ഒരു കഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഷെയ്ക്കി അസർബൈജാനിലെ ഏറ്റവും മനോഹരമായ ചരിത്ര നഗരങ്ങളിലൊന്നാണ്. കോക്കസസ് മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം പച്ചപ്പും മലകളും പഴയ കല്ലുവീടുകളും നിറഞ്ഞതാണ്. ഷെയ്ക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഷെയ്ക്കി ഖാൻസ് പാലസ് ആണ്. എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് കാഴ്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അപൂർവമായിട്ടാണ് കുടുംബത്തിൻ്റെ ഒരു സ്നേഹം കിട്ടുന്നത്. പട്ടണത്തിലൂടെയാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. ഒരു ഹോം സ്റ്റേ ഞാൻ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. ഏറ്റവും പൈസ കുറഞ്ഞൊരു ഹോം സ്റ്റേ. എന്തോ ഭാഗ്യത്തിന് ആ വീട്ടുകാർ എനിക്കൊരു ചെറിയൊരു ഡിസ്കൗണ്ടും തന്നു. ആ ഒരു സന്തോഷത്തിലാണ് ആ യാത്ര ആ വീട്ടിലേക്ക് പോകുന്നത്. ഞാനൊരു ഫോട്ടോഗ്രാഫറാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് അവരെന്നെ കൂട്ടാൻ വന്നതും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും. ഷെയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു യൂറോപ്പിൻ്റെ ഒക്കെ ഒരു രൂപസാദൃശ്യമുള്ള ഒരു പട്ടണം. എൻ്റെ നേപ്പാൾ യാത്രയിൽ എനിക്ക് പട്ടണങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. കാരണം 5 രൂപ കൊടുത്താലും 10 രൂപ കൊടുത്താലും ചായ കിട്ടുമായിരുന്നു. 50 രൂപ കൊടുത്താൽ ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നു. എന്നാൽ ഇവിടെ ചായക്ക് 200-300 രൂപയാണ് വരുന്നത്. ഭക്ഷണത്തിൽ അതിലേറെ ചാർജും. കാരണം യൂറോപ്പിൻ്റെ ഒക്കെ ഒരു കൾച്ചർ വരുന്നൊരു രാജ്യമാണ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടുതലാണ്. അതൊക്കെ കണ്ടാണ് എൻ്റെ സുഹൃത്തുക്കളിലേക്ക് ഞാൻ പട്ടണ കാഴ്ചകളൊന്നും കൊണ്ടുവരാത്തത്. അപൂർവമായിട്ട് കിട്ടുന്നൊരു ഭാഗ്യം ഏതെങ്കിലും കുടുംബം അവരോടൊപ്പമൊക്കെ പട്ടണത്തിൽ പോയാൽ മാത്രമാണ് ഞാൻ പട്ടണത്തിലെ കാഴ്ചകൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ വലിയ ബാഗും താങ്ങി പട്ടണത്തിലൂടെ നടക്കുമെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ പട്ടണ കാഴ്ചകൾ കുറച്ച് ഗ്രാമ കാഴ്ചകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഷെയ്ക്കിയിലെ ഞാൻ താമസിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ. സലാം അലൈക്കും. Salam alaikum. Şükür. Şükür. What is your name? Şükür Tali. Şükür Tali. സുഹൃത്തുക്കളെ സലാം കർദോഷ്. Salam kardeş. Suhurtuqlı salamlar. Bizim evimizdə qonaqdır və biz birlikdə hamımız bir yerdə gedirik şəlaləyə doğru. Bizimlə birlikdə gedin maraqlı. This is Azerbaycan. Yes. Azerbaycan. Şükür. I am with Family? family Okay. going waterfall. വാട്ടർഫോൾ. Yes. ഇവിടെ അടുത്തുള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ് കേട്ടോ. Salam kardeş. സാവോൾ. Tamam. Okay. Is organic? So organic. Aha, okay. Pas sugar. Not sugar. Hello cutie. Cutie the beauty soap, yeah? Is it good? Is waterfall route, yeah? Where is powerful man? Africa. ഇത് ഇവരെ വില്ലേജിൻ്റെ വഴിയാണ് കേട്ടോ. ഇവരെ വീടും പരിസരമാണ് ഈ കാണുന്നത്. കം ലെറ്റ്സ് ഗോ. Bizim evden çıkandan sonra Gürcanı çayı, şəlaləsi nə istiqamətə doğru göstərir də buranı, göstərir. Hər yerdə belə var izdaqlar ki, Gürcanı çayına gelib turistlər yaxşı Okay. istirahət edə bilsinlər. Yeah, I don't understand but I okay. അതായത് ഈ വഴിയിലൂടെയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. ഈ റൂട്ട് കണ്ടോ, 2 റൂട്ടുണ്ട്. ഇതിലൂടെ മേലോട്ട് കയറി പോകണമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനകത്ത് കരടികളും കുറുക്കന്മാരും നമ്മുടെ ചെന്നായ്ക്കളൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ആശാൻ പറയുന്നത്. ക്യാമ്പ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് കേട്ടോ പറയുന്നത്. ഞാനിത് കഴിഞ്ഞിട്ട് അങ്ങ് ദൂരെ കാണുന്ന ഒരു പർവ്വതം കണ്ടോ, അവിടേക്കൊരു ക്യാമ്പിങ് ആഗ്രഹിക്കുന്നുണ്ട്. പോസിബിൾ ആണോ എന്ന് നോക്കാം കേട്ടോ. എന്ത് ഭംഗിയ സ്ഥലങ്ങളൊക്കെ. നമ്മളെല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്.
ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടാട്ടോ. 30 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പൊതുവേ ചൂട് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. പക്ഷെ സാരല്ല, എല്ലാ കാലാവസ്ഥയിലൂടെയും മനുഷ്യൻ നീങ്ങണമല്ലോ. ഈ ഭൂമിയിൽ വന്നു പോയില്ലല്ലോ, ജീവിക്കണ്ടേ. ഇവിടെ ഇതിന് മനോഹരമായ സിറ്റി ഏരിയകളുണ്ട് കേട്ടോ. സിറ്റി ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ കാടും മലയും കയറി നടക്കുന്നത്. സിറ്റിയിലാണെങ്കിൽ നല്ലൊരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ട് അവിടുത്തെ സിറ്റി ലൈഫും ആംബിയൻസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ താങ്ങാൻ പറ്റുന്ന അപ്പുറമാണ് ഇവിടുത്തെ ഫുഡിൻ്റെ എക്സ്പെൻസ് ആയാലും ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ ആയാലും എല്ലാം കേട്ടോ. അതുകൊണ്ടാണ് സിറ്റി യാത്രകൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഇരിക്കണം കേട്ടോ. ഓൾ ഗുഡ്. Əlbəttə ki, çox gözəldir buralar. Dağ havası, təbii sularımız, orqanik və bu şəlalələr getdiyimiz yolda indi gedəcəyik. Sağlamlığımızı göz qabağındadır bu yaşımda. Niyə? Ona görə ki, uşaqlığım mən buralarda keçib. Çox gözəl, təmiz havası. Buranın havası kimi hava çətin heç kəmdə ola bilməz. അതായത് ചെറുപ്പത്തിൽ ആൾ നല്ല സ്ട്രോങ് ആയിരുന്നു. ഈ കാണുന്ന പർവ്വതങ്ങളൊക്കെ ഡെയിലി പോയി തിരിച്ചു വരും ആടിനെയും കൊണ്ടൊക്കെ. പിന്നെ ഹണ്ട് ചെയ്യാനൊക്കെ പോയ മനുഷ്യരാണ് കേട്ടോ. ആൾ ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പോഴും. ഹൗ ഓൾഡ് ഹി? 60. 60 വയസ്സായോ കേട്ടോ. നല്ല ഹൈറ്റ് ഉള്ള മനുഷ്യനാണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആള് കുറച്ച് ക്ലോസ് ആണ് കേട്ടോ. ക്യൂട്ട് ബേബി, വാട്ട് ഈസ് യുവർ ഫീൽ നൗ? Dinə belə. Hələ dinə belə göstər. ആളാകെ ക്ഷീണിച്ചു പോയ കേട്ടോ. കം കം. ചെറിയൊരു ഓഫ് റോഡാണ് കേട്ടോ. Gəl, qorxma. പാവം കുഞ്ഞാണ്, ചെറിയ കുഞ്ഞാണ്, പേടിയാണ്. ഹലോ. Şurada ver mamaya. Hoi hoi. അഡ്വഞ്ചർ. ഏകദേശം വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി കേട്ടോ. കുഞ്ഞൊരു വെള്ളച്ചാട്ടം, പക്ഷെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. കുഞ്ഞതാ അച്ഛൻ്റെ തോളിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുക. ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു ആംബിയൻസ് കേട്ടോ. ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയൊരു വാട്ടർഫാൾ ആണ്, പക്ഷെ ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലം. ഇറ്റ്സ് വെരി കോൾഡ് ഹിയർ. വെരി കോൾഡ്. ഒരു കുഞ്ഞു വാട്ടർഫാൾ ആണ് കേട്ടോ. എന്ത് രസം നോക്കിയേ. ചെറിയ വാട്ടർഫാൾ ആണെങ്കിലും കൂടെ ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമായി കേട്ടോ. എന്ത് രസമാണ് നോക്കിയേ. നമുക്ക് ചായ ഒക്കെ ഉണ്ട് കേട്ടോ. ട്രൈ. Only 3 glass? Thank you. Anışta tanısa. Dance. Okay, thank you. Saçta bir tane video ഏജിന് അച്ഛനാണ് കേട്ടോ. എന്ത് കരുത്തുള്ള മനുഷ്യനെ നോക്കി. 62 വയസ്സുള്ള ആളാ കേട്ടോ. ഇപ്പോഴും യങ്ങാണ്. ഒരുപാട് സന്തോഷമായ കേട്ടോ. നല്ലൊരു ഫാമിലിനെ കൂടെ കിട്ടിയല്ലോ. ഒരു എന്താണ്, കുഞ്ഞു വാട്ടർഫാൾ ആണെങ്കിലും ഭയങ്കര സന്തോഷം നൽകുന്നൊരിടെന്ന് പറയാം. സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഈ ഫാമിലി വന്നതാണ് കേട്ടോ. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ കാഴ്ചകൾക്കപ്പുറം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. പക്ഷേ ഇത് കണ്ട് ഇത് ഭയങ്കര ഫോറസ്റ്റിൻ്റെ നടുവിലായതുകൊണ്ട് ആനിമൽസിന് ചാൻസ് കൂടുതലായിട്ട് ഇവർ പറയുന്നത്. കരടികളൊക്കെ മുമ്പ് ഉണ്ടായി എന്നാണ് പറയുന്നവർ. നമ്മൾ ആശാൻ എന്തോ പഴങ്ങളൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. എന്തോ ഒരു പഴം കേട്ടോ. ട്രൈ. ഇറ്റ്സ് ഗുഡ്. ചെറി നോ.
Zoral. Zoa. Zoral. Sogal. Ha. Ye. Tia. Çay. Tia. İçi. അത് Very good. ചായൻ്റെ കൂടെ കഴിക്കാനാ പറഞ്ഞൊരു പുളിപ്പ് കിട്ടും കേട്ടോ ഇതിന്. രസമുണ്ട്. സവോൾ. Su. സൂ സൂ എന്ന് പറഞ്ഞ വെള്ളമാണ് കേട്ടോ. ലളിത ടയർഡ്. ദിസ് ലൊക്കേഷൻ ഇസ് ബ്യൂട്ടിഫുൾ. ട്രൈ ദിസ്. യു വാണ്ട് ദിസ്? ഓക്കെ, എൻജോയ്. തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കോഴി ഫാമാണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് നാടൻ കോഴീനെ കിട്ടും. കണ്ട, അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അകത്താണ് സുഹൃത്തുക്കളെ ഉള്ളത്. ഹായ്. നാടൻ കോഴികളുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ജീവിതം. നോക്കിയേ, മനോഹരമായൊരു വീടും പരിസരമൊക്കെ ആയിട്ട്. ഇതാണ് ഇവരുടെ വീട് കേട്ടോ. ഞാൻ ഇവരെ നമ്പറൊക്കെ നിങ്ങൾക്ക് തരാം. നിങ്ങളിവിടെ ഫാമിലീസൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. കാരണം വലിയ ടൂറിസ്റ്റിനൊന്നും ഇവരെടുക്കുന്നില്ല. അത്യാവശ്യം നല്ലതായ ഒരു ഫാമിലി ടൂറിസ്റ്റിനൊക്കെയാണ് എടുക്കുക. എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ എനിക്കിവിടെ വരാൻ സാധിച്ചത്. എൻ്റെ യാത്രാ കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, എന്താ ഭംഗി. ഇതാണ് ഇവരുടെ വീട്. മനോഹരമായ ഒരു കുഞ്ഞു വീട് കേട്ടോ. കുഞ്ഞു വീടെന്ന് പറയാൻ കഴിയില്ല, വലിയൊരു വീട് തന്നെയാണ്. ചുറ്റും പർവ്വതങ്ങളാൽ ഭംഗിയുള്ളൊരു സ്ഥലം, പൂക്കളും എല്ലാം ഉണ്ട് കേട്ടോ. എന്ത് രസമാണ് കാണാൻ വേണ്ടിയെന്നറിയോ. എന്ത് ഭംഗിയാണിതൊക്കെ. ഞാൻ താമസിക്കുന്ന മുകളിലാണ് കേട്ടോ. അവിടെയാണ് ടൂറിസ്റ്റിന് താമസിക്കാനുള്ള റൂംസൊക്കെ ഉള്ളത്. എന്തായാലും സന്തോഷം. കിച്ചൺ താഴെയാണ്. കിച്ചണും ടോയ്ലറ്റൊക്കെ താഴെയാണുള്ളത്. ഇതാണ് വീടിൻ്റെ ഒരു അന്തരീക്ഷം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ താമസിക്കുന്നത്, നല്ലൊരു കുടുംബത്തിൻ്റെ കൂടെ. എന്തായാലും സന്തോഷം. ഇതാ ഞാനിങ്ങനെയാണ് ഇപ്പം വീഡിയോ മൊബൈലിലാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. ഗുഡ്. ആഷാണ് ഇതാ കുപ്പായൊക്കെ ഊരിയിട്ടുണ്ട്. മസിൽ. യാ, ട്രക്കിംഗ് ഫിനിഷ്. നൗ യു വെരി ക്യൂട്ട്. സ്മൈൽ. കം ഹിയർ. ഞാനിപ്പോൾ അടുക്കളയിലാട്ടോ ഉള്ളത്. നല്ല മുട്ടക്കറിയും ചോറും ഉണ്ടാക്കണം. മട്ടേരി ചോറാണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ഇസ് മലയാളം. പാവം കുഞ്ഞു കേട്ടോ. ഇതാണ് ഇവരുടെ കിച്ചൺ കേട്ടോ. കുഞ്ഞാവേ, മൈക്കാ പാവം കളിക്കാണ് കേട്ടോ. എന്ത് രസമല്ല, എന്ത് ഭംഗിയായി സുന്ദരിഭാവയെ കാണാൻ വേണ്ടി. നോക്കി ഇങ്ങനെ കേട്ടോ ഇവിടുത്തെ കിച്ചൺ ഉണ്ടാവുക. നമ്മൾക്ക് ടൂറിസ്റ്റിനൂടെ കിച്ചൺ ഉപയോഗിക്കുക കേട്ടോ. അധികം ശബ്ദമോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇവിടുത്തെ രീതി അങ്ങനെയാണ് കേട്ടോ. വേറെ ഒരാളുടെ വീടാകുമ്പോൾ നമ്മൾ അതിൻ്റെ മര്യാദയൊക്കെ പാലിക്കണം. ഞാൻ അവരോട് പറഞ്ഞു മുളക് പൊടിയൊക്കെ ഇടും, സ്പൈസി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. വാട്ട് ഈസ് ദിസ്? സോ പാവം കളിക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മട്ടേരി കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കീർത്തി നിർമ്മൽ എന്ന് പറയുന്ന കമ്പനിയുടെ അരിയും വെളിച്ചെണ്ണയൊക്കെയാണ് ഉപയോഗിക്കുന്നത് യാത്രയിൽ. അത് ഏകദേശം കുറേ കൊണ്ടുവന്നു കേട്ടോ. കഴിയാനായി. നോക്കാം എന്തായാലും. എൻ്റെ ഭക്ഷണം ട്രൈ ചെയ്ത് നോക്കുവാണ്. ദിസ് ഈസ് മൈ മെയിൻ ഫുഡ്. ഐ ലൈക്ക് സ്പൈസി. Yeah. Hot? Yeah. Hot? Spicy. Oh! സ്പൈസി. അതായത് നമ്മുടെ ഭക്ഷണം ഇവർക്ക് ഈ ചോറ് കണ്ടിട്ട് അത്ഭുതം തോന്നി കേട്ടോ. നമ്മുടെ നാട്ടിലെ മട്ടേരി കണ്ടിട്ട് ഇവർക്ക് അത്ഭുതം തോന്നി. സ്പൈസി. Spicy, yes. But it is normal for me. Yes. Sorry. ഇതാണ് കേട്ടോ ഒരു കഴിച്ചത്. ഒരു കഷ്ണം കഴിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവരുടെ സ്വഭാവം കണ്ടോ. അയ്യോ, സോറി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു പിശുക്കനായതുകൊണ്ടാണ് അധികം എപ്പോഴും ഭക്ഷണം വെച്ചുണ്ടാക്കുന്നൊക്കെ. നമ്മുടെ നാട്ടിലെ മട്ടേരിയും അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ മുട്ടക്കറിയാണ് കേട്ടോ.
പിശുക്കനായതുകൊണ്ടൊന്നല്ല കേട്ടോ. പൈസ സേവ് ചെയ്താൽ മാത്രമാണ് വേറെ രാജ്യത്ത് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഹോട്ടലിൽ നല്ല റൂം എടുത്ത് ഏകദേശം ഹോട്ടലിൽ നിന്ന് 3 നേരം ഭക്ഷണം കഴിക്കാൻ ചുരുങ്ങി 2500-3000 രൂപക്ക് അടുത്ത് ഈ ഒരു സ്ഥലത്ത് വേണം കേട്ടോ. കാരണം നമ്മുടെ കറൻസീൻ്റെ റേറ്റ് ഇവിടെ വളരെ കുറവാണ്, മൈനസ് വാല്യൂ ആണ്. പിന്നെ വേറൊരു രാജ്യമാണ്, യൂറോപ്യൻ കൾച്ചറൊക്കെ ഉള്ള രാജ്യമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം, ഹോട്ടൽ, ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ കൂടി ആകുമ്പം ഒരു ഡിഫറൻ്റായ ഒരു രീതിയിൽ 1-2 ആഴ്ച ടൂറിന് വരുന്ന ആൾക്കാർക്ക് ഓക്കെയാണ് ഡെയിലി ഹോട്ടൽ ഭക്ഷണവും ഹോട്ടൽ താമസമൊക്കെ. എനിക്കത് ഓക്കെ അല്ല കേട്ടോ. കാരണം ഒരു ലോങ് ജേണിയാണ്, ജീവിതകാലം മുഴുവനും കുറേ സ്ഥലങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച് യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞൻ മനുഷ്യൻ മാത്രമാണ് ഞാൻ കേട്ടോ. ആ ഒരു മനുഷ്യന് ഒരു നേരം നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. എനിക്കത്ര ഇഷ്ടം. എന്തായാലും ഈ ഒരു ഭക്ഷണം കൊള്ളാം കേട്ടോ. നല്ല മട്ടേരി ചോറും മുട്ടക്കറിയും കേട്ടോ. എന്തായാലും സന്തോഷം. പുള്ളിക്കാരൻ കുട്ടിക്കാലത്ത് എന്താണ് പർവ്വതങ്ങളിലേക്കൊക്കെ പോകുന്ന ആളാണ്. ആ സമയത്ത് ഹണ്ട് ചെയ്ത കരടിയാണ് കേട്ടോ, ഒറിജിനൽ കരടിയാണ്. അതിൽ പിന്നെ പുള്ളിക്കാരൻ സൂക്ഷിച്ചു വെച്ചോട്ടെ, ഒരു ഓർമ്മക്കായിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എന്താണ് വെച്ചോണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന പവർ. എൻ്റെ ദൈവം, ഒരു ആ സമയത്ത് ഈ കരടീൻ്റെ ഹെൽത്ത് എങ്ങനെയായിരിക്കും അല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒറിജിനൽ ആയിരിക്കില്ലാന്ന്, പിന്നെ അത് മനസ്സിലാക്കി. അടുത്തൊക്കെ പോയി നോക്കിയപ്പോൾ ഒറിജിനൽ പോലെ തോന്നി കേട്ടോ എനിക്ക്. എൻ്റെ കാലിൻ്റെ നഖമൊക്കെ നോക്കി, എൻ്റെ അമ്മ. ഹണ്ടർ എന്നാലും ഇതിന് പിടിച്ചുകൊണ്ടൊന്നുമില്ലല്ലേ. ഇവിടുത്തെ കടകളിൽ ചായ ഇങ്ങനെ കിട്ടും കേട്ടോ നമുക്ക്. അതായത് ഇവരുടെ കൾച്ചർ പ്രകാരം സത്യം പറഞ്ഞാൽ 2-3 ആൾക്ക് കുടിക്കാൻ പറ്റുന്ന ചായ കേട്ടോ. പക്ഷെ ഒരാൾക്കായിട്ട് ഇങ്ങനെ ചോദിച്ചാൽ തരും, പക്ഷെ ഭാഷ പ്രശ്നമുണ്ട്. ഇത് കണ്ട്, ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ഭക്ഷണമാണ് കേട്ടോ. എന്തോ ചോയ് കുത്താബ് അങ്ങനെ എന്താണ് ഇവർ പറഞ്ഞത്, കറക്റ്റ് അതിൻ്റെ പേര് കിട്ടുന്നില്ല. ഇതെന്തോ സ്പൈസി ആയിട്ടുള്ള സാധനം, അതിന് മുക്കിയിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത്. സ്പൈസി ആണോന്നും കറക്റ്റ് അറിയില്ല, കണ്ടിട്ട് സ്പൈസി പോലെ ഉണ്ട്. അതെ, എരിവുണ്ട് കേട്ടോ. എന്തായാലും ഇവർ ചായ കൊടുക്കുന്ന ഈ ഒരു ആചാരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവരുടെ രീതി എന്ന് പറയുന്നത് ഹെലൻ. വൈകുന്നേര സമയമാണ് കേട്ടോ, ഫാമിലിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക. ഹെലൻ, മൻസൂർ, name Eliza, Mushroom. Chip chip. Come on here, come. Mansoor, Eliza, Liza. Eliza, Liza. Teacher Helen. Helen, Mansoor. Bye bye. Bye bye. Goodbye. Goodbye. Hello, Eliza. Hello, Nara. Hello. Hello. How are you? I am fine, thank you. Thank you. And you, what about you? Fine? Fine. Cutie. 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 Cutie the beauty first to do. ഓക്കെ, നമ്മളെ ആശാൻ മുടിയൊക്കെ മുറിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ പുറത്തു വന്ന് നോക്കിയേ.
Diyen, kalk götür. Çıkın buradan. Vereceğim diyen çık buradan. Helen, come here. Peki kalk. ഇതാ വണ്ടി കേട്ടോ ലാട. Good. Good. Hairstyle beautiful. Karizmatik. Yeah, cute. Ahmet karizmatik. Yeah. Cute boy. അസർബൈജാനിലെ ന്യൂസ് ചാനൽ വന്നതാണ് കേട്ടോ ഇവരെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി. അതായത് ഗ്രാമത്തിലെ ഗസ്റ്റ് ഹൗസുകൾ ഉണ്ടാകില്ലേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അയ്യോ, ഇവർ ഓൾറെഡി മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്, ആ ഏജ്. അപ്പം ഇവിടുത്തെ കൾച്ചറും ടൂറിസ്റ്റുകൾ വരുന്നതും ഗസ്റ്റുകളൊക്കെ അന്വേഷിക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വന്ന പോലെ തോന്നി കേട്ടോ ഇത് കാണുമ്പോൾ. ഇവിടത്തെ ന്യൂസർ ഉപയോഗിക്കുന്ന വണ്ടി കണ്ടോ, ലാട ഓഫ് റോഡ് വാഹനങ്ങളാട്ടോ ഇതൊക്കെ. Ready. വീട്ടിലെ കുട്ടി വീഡിയോ എടുത്തവരാണ്. പിയാനോ ട്രൈ ചെയ്യാം കേട്ടോ, ഒരു ഐഡിയ ഇല്ല. Ready. നിന്റെ വീടാണോ ഇത്? Yeah. നിന്റെ വീടാണോ? ചെറിയ കുഞ്ഞൻ ടെന്റാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ ഈ ടെന്റ് എടുത്ത് കാട്ടിൽ പോയിരുന്ന അവസ്ഥ നോക്കിയ പാമ്പൊക്കെ സുഖമായിട്ട് കയറി കൊടുക്കും കേട്ടോ. ഓക്കെ, Bicycle. What? കുഞ്ഞി എവിടെ പോകുന്നു? തരൂ. എന്ത് രസമായ വീട് നോക്കി. ഇതിന്റെ അകത്ത് തലാണി എല്ലാം കൊണ്ടുവച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നോക്കിയേ, ഇതെല്ലാം ആണല്ലേ. ലൈത, ഇതിനകത്താണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. കണ്ടോ, ഞാൻ താമസിക്കുന്ന റൂമാണ് ഈ കാണുന്നത്. അതിനകത്ത് വയലിനൊക്കെ ഉണ്ട്. ഇവരുടെ സന്തോഷം കേട്ടോ. ഇവരത് ഗസ്റ്റ് ഹൗസ് ആക്കി വരണം അത്ര കേട്ടോ. ഇപ്പൊ നിലവിൽ 2 റൂമുണ്ട്. കൂടുതലും ഗസ്റ്റുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും കൂടുതൽ ഗസ്റ്റുകളൊക്കെ വരട്ടെ. ഇവിടെ എന്താണ്, അവരെ പ്രായമായ അച്ഛനും അമ്മയും മാത്രം അധികം ഉണ്ടാവുക കേട്ടോ. കുട്ടികളൊക്കെ കുറച്ചിനെ തിരിച്ച് പട്ടണ പ്രദേശങ്ങളിലേക്ക് പോവും. എന്തായാലും ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നോക്കിയേ. എന്റെ ഭാഷയിൽ എന്റെ ഭാഷയിൽ എന്റെ ഭാഷയിൽ എന്റെ ഭാഷയിൽ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എന്റെ ഭാഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ. ചിത്രനെ കണ്ടതിൽ സന്തോഷം. കറക്റ്റ്. ചിത്രനെ കണ്ടതിൽ സന്തോഷം. ചിത്രനെ കണ്ടതിൽ സന്തോഷം. ചിത്രന്റെ നെക്സ്റ്റ് സഞ്ചാരത്തിന് ചിത്രന്റെ നെക്സ്റ്റ് സഞ്ചാരത്തിന് സഞ്ചാരത്തിന് ആശംസകൾ നേരുന്നു. ആശംസകൾ നേരുന്നു. ശംസകൾ നേരുന്നു. ഇനിയും ഓക്കെ, താങ്ക് യു. എനിക്ക് ചോറ് ഇഷ്ടമുള്ളതുകൊണ്ട് ഇന്ന് പോകുന്ന ദിവസം ചോറാക്കി തന്നിട്ടുണ്ട്. ബസ്മതി റൈസ്. നമ്മുടെ രാജ്യത്തിലെ അരി മറ്റു രാജ്യത്തെ കഴിക്കുന്ന ഭാഗ്യമാണ്. ഐ ഷൂട്ട് യു. Come here. Hello. Hello. What is your name?
You ayak Aygün. IQ. Aygün. ഐക്യൂൺ. ആഹാ. അർസു, ഐക്യൂൺ, Yes, Aytaç. ഐതാജ്. ആ ഇവര് 3 മക്കളാണ് കേട്ടോ ഈ ഒരു അമ്മക്ക്. ഗുഡ് ഫാമിലി. ഹെവി ലൈത്ത. Hello. ഞാൻ എന്റെ തൊപ്പി കുട്ടി കൊടുത്തു കേട്ടോ. Hey. സത്യം പറഞ്ഞാൽ ഞാൻ ഇവരോട് കുട്ടീനോട് ചോദിച്ചു ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്നെ ഓർക്കുമെന്നൊക്കെ. ഭയങ്കര ഞാൻ പോകുമ്പോ ഇത് കരയും കേട്ടോ സത്യം പറഞ്ഞ. ലൈത്തനോ ഇസ് ഡേഞ്ചർ കുട്ടിയോ ക്യൂട്ടി. അയ്യോ പാവം കേട്ടോ. അയ്യോ ഇവരൊക്കെ സത്യം പറഞ്ഞ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി. Michael. ഓക്കെ, യാത്രകൾ എങ്ങനെയാണ് കേട്ടോ സത്യം പറഞ്ഞ. ഓരോ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ മറക്കാൻ പറ്റാത്ത മനുഷ്യരെ കൂടെ കിട്ടും. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇനി ഇവിടുന്ന് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് എനിക്കെന്താ മിസ് ചെയ്യും കേട്ടോ. കുഞ്ഞുങ്ങളായാലും ഇവർ അച്ഛനമ്മമാരായാലും ഇതൊക്കെ ജീവിതമാണ് കേട്ടോ. ജീവിത യാത്രകളാണ്. നമ്മളെത്ര ഇഷ്ടപ്പെടുന്ന മനുഷ്യരെ നമ്മൾ ചില ഭാഗത്ത് വെച്ച് നമ്മൾ മറന്നേ പറ്റുമോ കേട്ടോ. കാരണം മുന്നോട്ട് നമുക്ക് പോകണമെങ്കിൽ എന്തായാലും സാരമില്ല. നമ്മളിപ്പോ പാല് വാങ്ങാൻ പോവാണ്. എവിടെയാ പോകുന്നേ? നമ്മള് പാല് വാങ്ങാൻ പോന്നെ കേട്ടോ. ഒരു അമ്മയുണ്ട് കൂടെ. Where are you going now? Yedrik konuşacak katından süt almak. പാല് വാങ്ങാൻ പോകുന്നു. മലയാളം പാൽ വാങ്ങാൻ പോകുന്നു. Yani Layta. Fal, mala, പാൽ fal, വാങ്ങാൻ vana, പോകുന്നു. pogno. ദാ, Fal, vana, pogno. ക്യൂട്ടി. ഓക്കെ. Okay. ഇന്നെന്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. ഇവിടുന്ന് പോവാണ്. രാത്രി 12 മണിക്കാണ് എന്റെ ബസ്. Say something. Səni aramızda görməkdən məmnunuq və səni çox istədik. Yenidən bir həyat qarşılaşdırar bizi deyə ümid eləyirik. Okay. Sağ ol. Nandi. Nandi. Ne dediydi? Salam aleyküm. Suhurtu qalay. Şükürtü kale നമസ്കാരം. namaskara. Okay. Suhurtu qalay Şükürtü namaskar. kale namaskara. Okay.